നമസ്കാരം. ആവശ്യമായ വലുപ്പത്തിലുള്ള ഡ്രില്ലിങ്ങും സെൻറ്റർ ഡ്രില്ലിങ്ങും സംബന്ധിച്ചുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. ഇനി ഈ സെഷൻ്റെ ലക്ഷ്യങ്ങൾ പഠിക്കാം. ഈ സെഷൻ്റെ അവസാനത്തിൽ നിങ്ങൾക്ക് ഇനി പറയുന്നവ ചെയ്യാൻ കഴിയും. 3 ജോഗ് ചക്കിൽ ജോബ് സെറ്റ് ചെയ്യുക. ടൂൾ സെൻറ്റർ ഹൈറ്റിലേക്ക് സെറ്റ് ചെയ്യുക. ടെയിൽ സ്റ്റോക്കുകളുടെ ഡ്രിൽ ചക്കിൽ സെൻറ്റർ ഡ്രിൽ സജ്ജമാക്കുക. 3 ജോഗ് ചക്ക് വെച്ചിരിക്കുന്ന ഒരു വർക്കിൽ സെൻറ്റർ ഡ്രില്ലിംഗ് നടത്തുക. ഡ്രിൽ ഉപയോഗിച്ച് ത്രൂ ഹോൾ ഡ്രിൽ ചെയ്യുക. സെൻറ്റർ ഡ്രില്ലിങ്ങിലെ പിശകുകളും തകരാറുകളും കണ്ടെത്തി തിരുത്തൽ രീതികൾ നടത്തുക. ആവശ്യമായ ടൂളുകൾ: സെൻറ്റർ ഡ്രിൽ, ഡ്രിൽ ചക്ക്, ടെയിൽ സ്റ്റോക്ക്, ഡ്രിൽ ബിറ്റ്, സ്റ്റീൽ റൂൾ, ഔട്ട്സൈഡ് കാലിപ്പർ, ലേത്ത് മെഷീൻ, സർഫേസ് ഗേജ്, ടേണിംഗ് ടൂൾ, ഫേസിംഗ് ടൂൾ, വ്യത്യസ്ത സൈസുകളിലുള്ള ഡ്രിൽ ബിറ്റുകൾ, ചാംഫറിംഗ് ടൂൾ. റൗണ്ട് വർക്ക് പീസ് തിരഞ്ഞെടുത്ത് വർക്ക് പീസ് 65 mm നീളവും 45 mm വ്യാസവുമാണെന്ന് ഉറപ്പാക്കുക. 3 ജോഗ് ചക്കിൽ 50 mm പുറത്ത് വർക്ക് പിടിക്കുക. അത് ട്രൂ ചെയ്യുക. ഒരു ഫേസ് ടൂൾ ഉപയോഗിച്ച് വർക്ക് ഫേസ് ചെയ്യുക. മധ്യഭാഗത്ത് പിപ്പ് അവശേഷിക്കുന്നില്ലെന്നും ഫേസ് ആക്സിസിന് വലത് കോണിലാണെന്നും ഉറപ്പാക്കുക. ചക്കിൻ്റെ ടേപ്പർ ഷാങ്കിലെയും ടെയിൽ സ്റ്റോക്ക് സ്പിൻഡിൽ ടാപ്പർ ബോറിലെയും അഴുക്ക് നീക്കം ചെയ്യുക. ടെയിൽ സ്റ്റോക്ക് സ്പിൻഡിലിൽ ഡ്രിൽ ചക്ക് മൗണ്ട് ചെയ്യുക. A4x10 IS 2473 വലിപ്പമുള്ള മധ്യ ഡ്രിൽ ചക്കിലേക്ക് ഫിക്സ് ചെയ്യുക. സെൻറ്റർ ഡ്രിൽ ജോലി മുഖത്തോടടുക്കുന്നത് വരെ ടെയിൽ സ്റ്റോക്ക് ബെഡിൻ്റെ മുകളിലൂടെ സ്ലൈഡ് ചെയ്യുക. ഈ സ്ഥാനത്ത് ടെയിൽ സ്റ്റോക്ക് ലോക്ക് ചെയ്യുക. സ്പിൻഡിൽ വേഗത ഏകദേശം 1000 RPMലേക്ക് സജ്ജമാക്കുക. മെഷീൻ ആരംഭിച്ച് ടെയിൽ സ്റ്റോക്ക് ഹാൻഡ് വീൽ തിരിക്കുന്നതിലൂടെ വർക്കിലേക്ക് സെൻറ്റർ ഡ്രിൽ സാവധാനം നൽകുക. ചിപ്സ് വൃത്തിയാക്കാനും കട്ടിംഗ് ദ്രാവകം പ്രയോഗിക്കാനും വർക്ക് പീസിൽ നിന്ന് ഡ്രിൽ ഇടയ്ക്കിടെ പിൻവലിക്കുക. സെൻറ്റർ ഡ്രില്ലിൻ്റെ ടേപ്പർ ചെയ്ത ഭാഗത്തിൻ്റെ 4/1 ഭാഗം ജോലിയിൽ പ്രവേശിക്കുന്നതുവരെ ഡ്രില്ലിംഗ് തുടരുക. ഫീഡിംഗ് ചെയ്യുമ്പോൾ ഒരുപോലെ തുടർച്ചയായ സമ്മർദ്ദം ചെലുത്തുന്നുവെന്നും അധിക ബലം നൽകുന്നില്ലെന്നും ഉറപ്പാക്കുക. കൃത്യമായ ആഴത്തിൽ തുളച്ച ശേഷം ടെയിൽ സ്റ്റോക്ക് സ്പിൻഡിൽ പിൻവലിക്കുക. ഡ്രിൽ ചക്കിൽ നിന്ന് സെൻട്രൽ ഡ്രിൽ നീക്കം ചെയ്യുക. ടൂൾ പോസ്റ്റിൽ ടേണിംഗ് ടൂൾ സജ്ജമാക്കുക. ഉപകരണത്തിൻ്റെ അറ്റവും ഡെഡ് സെൻറ്ററിൻ്റെ അഗ്രവും ഒരേ തലത്തിലാണെന്ന് ഉറപ്പാക്കുക. ഏകദേശം 35 mm നീളത്തിൽ ടേണിംഗ് ഓപ്പറേഷൻ നടത്തുക. ജോബ് തിരിച്ചുവെച്ച് 3 ജോഗ് ചക്കിൽ 40 mm ഉള്ള വശം ഹോൾഡ് ചെയ്യുക. ടൂൾ പോസ്റ്റിൽ ഫേസിംഗ് ടൂൾ സജ്ജീകരിച്ച് ഫേസിംഗ് ഓപ്പറേഷനുകൾ നടത്തുക. 40 mm വ്യാസം ലഭിക്കുന്നതിന് ടേണിംഗ് ടൂൾ സജ്ജീകരിച്ച് ടേണിംഗ് ഓപ്പറേഷൻ നടത്തുക. ലെയ്ത്തിലെ ത്രൂ ഹോൾ ഡ്രില്ലിംഗ് ഓപ്പറേഷനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ടെയിൽ സ്റ്റോക്ക് അറ്റത്ത് ഫേസിംഗ് ചെയ്യാവുന്ന തരത്തിൽ വർക്ക് പീസ് 3 ജോഗ് ചക്കിൽ ഹോൾഡ് ചെയ്യുക.
ടെയിൽ സ്റ്റോക്കിൽ ചക്ക് തുരത്താൻ 5 mm വലിപ്പമുള്ള ഒരു ഡ്രിൽ ബിറ്റ് ശരിയാക്കുക. സെൻട്രൽ ഡ്രിൽ വർക്ക് ഫേസിനോട് അടുക്കുന്നതുവരെ ടെയിൽ സ്റ്റോക്ക് ബെഡിന് മുകളിലൂടെ സ്ലൈഡ് ചെയ്യുക. 10 mm ഡ്രിൽ ബിറ്റ് ഉപയോഗിച്ച് ജോലിയിലെ ദ്വാരത്തിലൂടെ കടന്നുപോകാൻ ഡ്രില്ലിംഗ് ഓപ്പറേഷൻ നടത്തുക. ഡ്രിൽ ചക്കിൽ ഉറപ്പിച്ചിരിക്കുന്ന ഡ്രിൽ ബിറ്റുമായി ബന്ധപ്പെട്ട് ക്രമാനുഗതമായി ഡ്രില്ലിംഗ് പ്രവർത്തനം നടത്തുക. ചൂട് നീക്കം ചെയ്യുന്നതിനായി ഡ്രില്ലിംഗ് ഓപ്പറേഷൻ സമയത്ത് എണ്ണ പുരട്ടുക. 1x45 ഡിഗ്രി അളവിന് ഉള്ളിൽ തുളച്ച ദ്വാരം ചാംഫർ ചെയ്യുക. മറ്റൊരു വശത്ത് 1x45 ഡിഗ്രി വലിപ്പമുള്ള ദ്വാരം ഇടുക. റീക്യാപ്പ് ചെയ്യാൻ നമ്മൾ ഇനി പറയുന്നവ പഠിച്ചു. 3 ജോഗ് ചക്കിൽ ജോബ് സെറ്റ് ചെയ്യുക. ടൂൾ സെൻറ്റർ ഹൈറ്റിലേക്ക് സെറ്റ് ചെയ്യുക. ടെയിൽ സ്റ്റോക്കുകളുടെ ഡ്രിൽ ചക്കിൽ സെൻട്രൽ ഡ്രിൽ സെറ്റ് ചെയ്യുക. 3 ജോഗ് ചക്കിൽ ഹോൾഡ് ചെയ്ത ജോബിൻ സെൻട്രൽ ഡ്രില്ലിംഗ് ചെയ്യുക. ഡ്രിൽ ഉപയോഗിച്ച് ത്രൂ ഹോൾ ഡ്രിൽ ചെയ്യുക. സെൻട്രൽ ഡ്രില്ലിങ്ങിലെ പിശകുകളും തകരാറുകളും കണ്ടെത്തി തിരുത്തൽ രീതികൾ പ്രസ്താവിക്കുക. ആവശ്യമായ വലുപ്പത്തിലുള്ള ഡ്രില്ലിംഗ്, സെൻറ്റർ ഡ്രില്ലിംഗ് എന്നിവയെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്തത്. ആശയങ്ങളും പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അടുത്ത സെഷനിൽ കാണാം.